അടുക്കളാണേ പല്ലുമ്മലൊക്കെ നിറച്ച്. മമ്മ ഹായ് മമ്മ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ബേബിയൊക്കെ വലുതായിക്കണേ. വായ കാക്കൂന് കാണിച്ചെടുത്ത പല്ലേക്കണ കാണിച്ചെടുത്ത വാ. Come on. Hold my hands. Come on. നടക്കാണ്. സ്ട്രോബെറി പേസ്റ്റ് ഒക്കെ ഉണ്ട്. സ്ട്രോബെറി പേസ്റ്റ് ഒക്കെ ഉണ്ട് അമ്മക്ക്. ചില ദിവസം നല്ല ഹാപ്പികളായിട്ട് തേക്കും, ചില ദിവസം ഇതേപോലെ. ഒരു അമ്മിന്റെ പ്രശ്നം കൊണ്ട് കാക്കു തേക്കാണ് അത്രേ. നല്ല കുട്ടിയായിട്ട് തേക്കും, മിടുക്കി കുട്ടിയായിട്ട് പല്ലേക്കും അല്ലേ യാമിക്കുട്ടി. തേച്ചാ കാണിച്ചു കൊടുത്താ തേച്ച് കാണിച്ചു കൊടുത്താ എങ്ങനെ തേക്കല്? അപ്പം തുറന്നിടണം. കീടണക്കൾ നോക്കി വെക്ക്. കയ്യും കാലം പിടിക്കും, ചില ദിവസം കയ്യും കാലം പിടിച്ച് ബലമായി തേക്കണം, ചില നേരത്ത് തേച്ചത് കിട്ടിയ പിന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ല. കീടാടുക്കളാണേ പല്ലുമ്മലൊക്കെ നിറച്ച്. ഇങ്ങനെ സ്ട്രോബെറിയാ നേരിട്ടുണ്ട് വെള്ളം എടുക്കുക. മടിയാണെന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം പല്ലേക്കൽ സ്കിപ്പ് ചെയ്താൽ പിന്നെ പോലെ ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാന്ന് വിചാരിക്കും. മുഖം കഴുകു യാമി, കൈ രണ്ടും കഴുകിക്കോ. ഉഷാറ് കയ്യേക്കാന്. നോക്കട്ടെ, ഗുഡ് ഗേൾ ആയി നോക്കട്ടെ. എല്ലാരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞ. ഹായ് ഗുഡ് മോർണിംഗ്. കുറെ ദിവസമായി പറഞ്ഞിട്ട് പറ. എന്തായാലും നല്ല കുട്ടികളായിരിക്കും. ചായ ഒക്കെ എടുത്തിട്ട് വരട്ടെട്ടാ. കുറെ ദിവസത്തിന് ശേഷം വ്ലോഗ് എടുക്കാൻ കേട്ടോ. ഷെഫ്മോന് സർപ്രൈസ് ആയി വന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ അതിനൊന്നും പറ്റിയൊരു അവസ്ഥയിലായിരുന്നില്ലല്ലോ. അന്ന് ഓനാ വന്നപ്പോ എടുത്ത ആ വീഡിയോകൾ അങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പിന്നെ ഒരു പുതിയ നല്ലൊരു വ്ലോഗ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അന്ന് ആ വീഡിയോകളൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റെനമോളെ കണ്ടില്ലേ, റെനമോൾക്ക് സർപ്രൈസ് കൊടുത്തില്ലേ, അങ്ങനെ കേട്ടോ. റെനമോൾക്ക് സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ യൂട്യൂബിൽ പരസ്യമാക്കണം അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെ അതിങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി പിന്നെ റെനമോൾക്കും അത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം കിട്ടും. അപ്പോൾ എനിക്ക് തോന്നി എന്നാ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരാം. പക്ഷെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയില്ല. അപ്പോൾ ആ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് നിങ്ങളെ അഭിപ്രായങ്ങളും ഇതൊന്നും കേൾക്കണോണ്ടും അത് മനസ്സിലാവുകയും ഒന്നുമില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്, ഓരോരോ കാഴ്ചപ്പാടുകൾ, അതൊക്കെ എനിക്കറിയാം. കാരണം ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോകളും ഇടുക. പലരും പലതും പറയും, അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളണം, അല്ലാത്തത് നമ്മൾ ഒഴിവാക്കണം, അങ്ങനെയുള്ളതൊക്കെ എനിക്കറിയാം കേട്ടോ. പക്ഷെ അത് എല്ലാവർക്കും അത് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി ഇടാം, പോസ്റ്റ് ചെയ്യാന്ന് കേട്ടോ. ഇന്ന് അയർലൻഡുകാരനക്ക് നല്ല ചെമ്പാ പുട്ടും നല്ല തേങ്ങ അരച്ച കടലക്കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടും കടലയും. യാമി കാക്കി പുട്ട് വയ്ക്കാ. അന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ റെനമോളെ ഒക്കെ സർപ്രൈസ് കൊടുക്കുമ്പോൾ ഞാൻ ഒരു വ്ളോഗായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. എങ്ങനെ ഓള് വന്നേ അങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ കുറേ സ്ഥലം ഞങ്ങൾ യാമിക്കുട്ടിനെയും ഷെഫ്മോനെയൊക്കെ കണ്ടിട്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കൂട്ടത്തിൽ. ഷെഫ്മോൻ എന്നോടും സർപ്രൈസ് ആക്കിയിട്ട് തന്നെ വരുന്നില്ല, ഡിസംബറിലേ വരാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നല്ലോ. പക്ഷേ എന്നോട് എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് പറഞ്ഞതാണല്ലോ. അപ്പോൾ റെനമോളോടും അതന്നെ പറയുന്നത്, ഡിസംബർ ആയിട്ടേ വരാൻ പറ്റുള്ളൂ എന്നുള്ളത്. വരുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണല്ലോ ഉള്ളു. അപ്പോൾ വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ പറഞ്ഞോളോട് ഞങ്ങൾ കോഴിക്കോട് ഒരു ആവശ്യത്തിന് വരുന്നുണ്ട്, അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു മീറ്റപ്പ് ഉണ്ട്. അപ്പൊ അന്ന് രാത്രി ആൾക്കാർ മടങ്ങുന്ന സമയത്ത് എന്താ ഈ വായോ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പരിപാടിക്ക് വായോ, പിന്നെ ഞാൻ അല്ലെങ്കിൽ വേണ്ട ഈ രാത്രി വായോ, രാത്രി ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് മടങ്ങുക, അപ്പൊ എല്ലാവർക്കും എന്നെ ഒന്ന് കാണാലോ അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ എന്ത് പറഞ്ഞാലും മോൾക്ക് ഓക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഓളെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടുന്ന് കാണിക്കാം, സർപ്രൈസ്
കൊടുക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓലൊക്കെ എന്നെ ബ്ലോഗിൽ കൂടെ കണ്ടിട്ടുള്ളൂ, അപ്പൊ നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളി ആയിക്കോട്ടെ, നല്ല അടിപൊളിയായിട്ട് വരുകൊണ്ടു, അനക്ക് ഇത് എങ്ങനെ ഭംഗി തോന്നുന്നു അതേപോലെ ഭംഗിയായിട്ട് വരുകൊണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ കാണുമ്പോൾ ഓളെ ഏറ്റവും നല്ല ഭംഗി തന്നെ ആയിക്കോട്ടെ, കാരണം ഓൾക്ക് ഒരു അയ്യോ അങ്ങനെ ഒരു കുറവ് തോന്നരുതെന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഓള് നല്ല ഒരുങ്ങി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി ഷെഫ് മോനും ഉണ്ണിമോനും അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയിട്ട് ഞാനും ഇക്കും കൂടിയിട്ടാണ് റെനമോളെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ വണ്ടിയില് അവിടെ ഇവിടെയൊക്കെ ബ്ലോക്കാണ്, കോഴിക്കോടങ്ങാടി കൂടെ. ഭാവി നോക്കിയൊക്കെ സുന്ദരിയായിട്ട് വന്നിക്കണ പുതിയണ്ണായിട്ട്. ഹലോ, രണ്ടാളും റോസ് കളറാണല്ലോ. അപ്പൊ ഈ ഒരു സമയത്ത് ഷെഫ് മോൻ ഓൾക്ക് മെസ്സേജ് അയച്ചും കൂടി ഇരിക്കുന്നു കേട്ടോ. എന്തോ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചും കൂടി ഇരിക്കുക തോന്നുന്നുണ്ട്. ഓൾക്കറിയില്ലല്ലോ ഓൻ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഓനപ്പോൾ ഓളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെ എന്തോ പറയാ തോന്നുന്നുണ്ട്. അതാണ് ഓൾ ആ മെസ്സേജ് ഇങ്ങനെ അയച്ചും കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓള് അതൊക്കെ അവിടെ വെച്ച് ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൻ വന്നത്. ഞാനാണെങ്കിൽ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെന്നുണ്ട്, ഫ്രണ്ട്സുകളൊന്നും കാണാനില്ലല്ലോ. അപ്പം ഞാൻ വെറുതെ ഓരോന്ന് ഇങ്ങനെ പറയിക്ക, ഓലും വന്നോ നോക്കി നോക്കി, വിളിച്ചോ നോക്കി നോക്കി, ഷെറൂബാക്ക് വിളിച്ചു നോക്കി നോക്കി, വെറുതെ ഓരോന്ന് പറയുന്നുണ്ട്. സുന്ദരിയായിട്ട് വരാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഓളെ കിളി അങ്ങോട്ട് പാറിപ്പോയി. ആകെ ഓളിങ്ങനെ വറക്കന്നെയായിരുന്നു. ഒരുപാട് നേരം ഓളെ കൈ ഇങ്ങനെ വറച്ചും കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഓളിങ്ങനെ പറയാം, നമുക്ക് ഒരു വാക്ക് പറയാതില്ല, ഇങ്ങനെ പറയുന്നുണ്ട്. സർപ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. ആ സർപ്രൈസ് നമുക്ക് എത്ര പൈസ കൊടുത്തിട്ടും മേടിക്കാൻ പറ്റൂല. അത് നമുക്ക് ഒരാളിങ്ങോട്ട് തരുന്നേ വേണമല്ലോ ആ ഒരു സർപ്രൈസ്. എനിക്കറിയാം ഈ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും പറയും കല്യാണത്തിന് മുമ്പ് എങ്ങനെ അങ്ങനെയെന്നൊക്കെ. ഞാൻ വിചാരിക്കുക ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചവരാണ്, കല്യാണം കഴിക്കാൻ വേണ്ടി രണ്ട് വീട്ടുകാരും സമ്മതം കൊടുത്ത ആൾക്കാരാണ്. ഇൻഷാ അല്ലാഹ് ഓലെന്നെ കല്യാണം കഴിക്കും ചെയ്യും. പിന്നെ എന്താ വെച്ചാൽ ഒക്കെ നമ്മൾ വിചാരിക്കണ പോലെയല്ലല്ലോ കാര്യങ്ങളൊക്കെ നടക്കുക. ഒക്കെ ഓരോരോ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇതായിട്ടും ഒക്കെ അങ്ങനെ നടന്നു പോണതാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ കുറെ ദിവസമായിട്ട് വ്ളോഗ് എടുത്തിട്ട് എനിക്ക് വ്ളോഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഒന്നും ഞാൻ പറഞ്ഞൊക്കെ ശരിയായോ എന്താണെന്ന് എനിക്കറിയില്ല. ഈ സർപ്രൈസ് വ്ളോഗ് വെറുതെ അങ്ങനെ ഇട്ടിട്ടും കാര്യമില്ലല്ലോ, അത് ഞാൻ പറഞ്ഞെന്നെങ്കിലും ഞങ്ങൾക്ക് ഒരു ഇതാവുള്ളൂ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടൊരു വീഡിയോ എടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് കൃത്യമായോ വൃത്തിയായോ ഒക്കെ എനിക്കറിയില്ല. ഞാൻ പറയേണ്ട പോയിന്റുകളൊക്കെ പറഞ്ഞോ എന്നുള്ളതും ഒക്കെ. ഇനിയിപ്പോൾ വ്ളോഗുകളൊക്കെ എടുക്കണം, ഷെഫ്കുട്ടൻ പോകാൻ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ എടുത്തു വെക്കുമ്പോഴുണ്ടല്ലോ ആ ഓർമ്മകളൊക്കെ അവിടെ നിൽക്കുന്നത് ഒരു രസം തന്നെയാണ് കേട്ടോ. നമുക്ക് പിന്നീട് അത് കാണാൻ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ ലൈഫ് നമ്മൾ ഇത്രയും ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്ത് വെക്കൂലല്ലോ. അപ്പോൾ പഴയതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് വെക്കാം. അപ്പം ഇനിയിപ്പോൾ
ഇപ്പോൾ ഷെഫ്മോൻ വന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ എടുത്തു വെക്കണം, വീഡിയോ എടുക്കണം. അപ്പോൾ വീഡിയോ എടുക്കാതിരിക്കുമ്പോൾ കൂടുതലൊരു നഷ്ടം പോലെ തോന്നും. അപ്പോൾ ഞാൻ പോണതിൻ്റെ മുമ്പ് വേഗം ഒരു 1-2 വ്ളോഗൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു സർപ്രൈസും കൂടി അവതരിപ്പിക്കുക അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. വ്ളോഗ് എടുക്കാനൊന്നും പ്ലാനില്ല. ഷെഫ് കുട്ടനെ പല്ല് ഡോക്ടറത്തേക്കും കണ്ണ് ഡോക്ടറത്തേക്കും ഒക്കെ വേണ്ടിയിട്ട് പോയി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് യാമി കുട്ടിയോട് വാ. ആ ബേബി വായ ഹഗ് ചെയ്താ, മമ്മനെ ഹഗ് ചെയ്താ. ഓള് മമ്മി, ഞാൻ ബേബിയാ. മമ്മ ഹായ് മമ്മ, നമുക്ക് കളിക്കണ്ട മമ്മ. ആ ചെരുപ്പ് ഈ ആമിക്കുട്ടിനെ കുളിപ്പിച്ച് സുന്ദരിയാക്കി ഞാൻ പണികളൊക്കെ തുടങ്ങട്ടെ, ലഞ്ചൊക്കെ റെഡി ആക്കട്ടെ. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ആമിക്കുട്ടി വലുതായോ, ക്ഷീണിച്ചോ എന്നൊക്കെ പറയട്ടോ. ഭക്ഷണം കഴിക്കലൊക്കെ പിന്നാക്കാണ്. പിന്നെ ഇപ്പോൾ ഓരോ അലച്ചിലൊക്കെ അല്ലേ. അതാണ്ട് ഊഞ്ഞാലെ കാണിച്ചെടുത്തില്ല. ഞാനൊരു ദിവസം കളിപ്പിക്കാൻ വേണ്ടിയിട്ടേ ഒരു തലക്ക ഞാനും പിടിച്ചു, ഒരു തലക്ക ഇക്കയും പിടിച്ചിട്ട് ഇങ്ങനെ ആട്ടുമായിരുന്നു കേട്ടോ. പിന്നെ ഓൾക്ക് ആ കളി നിർത്താൻ ഓള് സമ്മതിക്കണില്ല. ഞങ്ങൾക്കാണെങ്കിൽ വയസ്സായതല്ലേ, അപ്പോൾ ഓൾക്കാണെങ്കിൽ ആ കളി അവസാനിപ്പിക്കാനേ താല്പര്യമില്ല, ഞങ്ങൾക്കാണെങ്കിൽ വയ്യേനും. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് ഇത് ഇങ്ങനെ ഇവിടെ കെട്ടുക എന്ന് പറഞ്ഞു. ഓൾക്കൊരു വെറൈറ്റി കളികളല്ലേ ആവശ്യം. അപ്പൊ അത് ഇവിടുന്നും കെട്ടി. അപ്പൊ ഇത് വീണാലും കുഴപ്പമില്ല, സേഫാണ്. അടിയിൽ കാർപ്പറ്റും അല്ലേ. ഇതാണ് യാമിക്കുട്ടിന്റെ ഊഞ്ഞാൽ. നിങ്ങളും ഇങ്ങനെ ഒരു ഏരിയ ഉള്ള ഒരു കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഊഞ്ഞാലെട്ടി കൊടുത്തോളുണ്ട് കേട്ടോ. നല്ല ഉറപ്പുള്ള ഷാൾ എടുത്തോളുണ്ടേ. ഇറങ്ങിക്കോ, വീണാലും കുഴപ്പമില്ല എന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കട്ടെ. കുട്ടികൾ ഒറ്റയ്ക്ക് ഇറങ്ങി വീണാലും വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കണ്ട് വീണത്.